ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും ബൈക്ക് മെയിൻ്റെനൻസ് ടിപ്പ് വേണം എന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ ഒരു ബ്രോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈക്ക് ബേസിക് ആയിട്ടുള്ള മെയിൻ്റെനൻസ്, വീക്ക്ലി ആൻഡ് മന്ത്ലി മെയിൻ്റെനൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമെന്ന് എടുത്തിട്ട് അടുത്ത വീഡിയോ അതായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഗൈസ്, അപ്പോൾ എന്തെങ്കിലും വീഡിയോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളോട് മോട്ടോർ സൈക്കിൾ റിവ്യൂസും മോട്ടോ വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ചാനൽ നോക്കിയതിനു ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, നമ്മുടെ ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല പണിയായിട്ടിരിക്കുകയാണ്. അതായത് ചെയിൻ ആയിരുന്നാലും ഓയിൽ ഉൾപ്പെടെ മാറാറായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം വലുതായിട്ട് വണ്ടി എടുക്കാറില്ല. ഒന്നാമത് മഴയാണ്, എടുത്താലും അത്യാവശ്യം നല്ല ചെളിയൊക്കെ അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം വലുതായിട്ട് ഇത്രയും പണിയായിട്ടിരിക്കുന്നതുകൊണ്ടുകൂടി തന്നെ ചെയിനൊക്കെ പണിയായതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എടുക്കാറില്ല. അപ്പോൾ എന്തായാലും ഇതായിരിക്കും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയ ഏറ്റവും പെർഫെക്റ്റ് ടൈം. ഞാൻ നിങ്ങൾക്ക് എൻ്റെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ബൈക്കിലുള്ള ഫ്ലോസ് വെച്ച് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ മെയിൻലി ചെയ്യേണ്ട ഒരു വീക്ക്ലി മെയിൻ്റനൻസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ചെയിൻ മെയിൻ്റനൻസ് ആണ്. ചെയിൻ ഒരു വൺസ് ഇൻ 100 to 400 കിലോമീറ്റേഴ്സിനകത്ത് വെച്ചിട്ട് നമ്മൾ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം. അതിപ്പോൾ ഒരു മഴ സമയമാണെന്നുണ്ടെങ്കിൽ ചെയിനിൻ്റെ ലൂബ്രിക്കേഷൻ നേരത്തെ പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊരു പീരിയോഡിക്കൽ സർവീസിൻ്റെ ടൈം വരെ ആ ഒരു ചെയിൻ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക. ചെയിൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഗൈസ്. അത് ക്ലീൻ ചെയ്ത് തന്നെ നിങ്ങൾ ലൂബ് ഉപയോഗിക്കുക. അത് കാരണം ക്ലീൻ ചെയ്ത് ലൂബ് ഉപയോഗിക്കുമ്പോഴായിരിക്കും കൂടുതൽ നമ്മളെ ചെയിനിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ കൂടാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ നിങ്ങളിപ്പോൾ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യാതെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയിനിൻ്റെ ലൈഫ് നല്ലപോലെ ബാധിക്കും. സ്പോക്കറ്റിൻ്റെ ലൈഫിനെ നല്ല രീതിയിൽ തന്നെ അത് ബാധിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ ചെയിൻ പീരിയോഡിക്കലി നിങ്ങൾക്ക് വീക്കിലി ആണെന്നുണ്ടെങ്കിൽ വീക്കിലി, അല്ലെന്നുണ്ടെങ്കിൽ വൺസ് ഇൻ 400 കിലോമീറ്റേഴ്സിനകത്ത് വെച്ച് നിങ്ങൾ ചെയിൻ ഒന്ന് ലൂബ് ചെയ്ത് കൊടുക്കുക, ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ബൈക്കിനകത്ത് മെയിൻലി നമുക്ക് ഈ ബ്രേക്ക് ഫെയിലിയേഴ്സൊക്കെ വരുന്നതിൻ്റെ റീസൺ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കും ഈ ഡിസ്കിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ആണെന്ന് വിചാരിക്കും. അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമല്ല. ചിലപ്പം നമുക്ക് ബ്രേക്ക് ഫെയിലിയറോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോഴത്തേനും നമ്മൾ പെട്ട് പോകാനുള്ളൊരു സാധ്യത ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ പീരിയോഡിക്കൽ സർവീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ കേബിൾസും കൂടെ ഒന്ന് മാറ്റുക. അതിപ്പോൾ ക്ലച്ച് കേബിൾ ആയിക്കോട്ടെ, ആക്സിലേറ്റർ കേബിൾ ആയിക്കോട്ടെ, ഇതെല്ലാം പീരിയോഡിക്കലി നിങ്ങളതൊന്ന് മാറ്റാൻ ശ്രമിക്കുക. അപ്പം ഏതെങ്കിലുമൊക്കെ കേബിൾ പോകാറായിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കേബിൾ ക്രാക്ക് വീഴുന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് മാറ്റി കൊടുക്കുക. അതാണ് എൻ്റെ ഒരു രണ്ടാമത്തെ ടിപ്പ്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ എഞ്ചിനാണ് ഗൈസ്. എഞ്ചിൻ ഓയിൽ മാറ്റി കൊടുക്കുക എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വൺസ് ഇപ്പം കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന പറയുമ്പോൾ ഏകദേശം ഒരു 3000 to 8000 കിലോമീറ്ററിനകത്തെങ്കിലും മിനിമം നമ്മുടെ എഞ്ചിൻ ഓയിൽ മാറ്റിയിരിക്കണം എന്നാണ്. മിക്ക ആൾക്കാരും എഞ്ചിൻ ഓയിൽ മാറ്റുമ്പോഴത്തേനും വിട്ടുപോകുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേനും ജസ്റ്റ് താഴെയാണ് നമുക്ക് ഓയിൽ ഫിൽറ്റർ വരുന്നത്. അപ്പം ഈ ഒരു ഓയിലിനെ ഫിൽറ്റർ ചെയ്യാനായിട്ട്, അത് നമ്മളിപ്പം നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മുടെ ഓയിൽ എഞ്ചിനകത്തൂടെ ഒരു പ്രോസസ്സിൽ പോകും. ആ ഒരു ഓയിലിനെ തന്നെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓയിൽ ഫിൽറ്റർ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പം ഇതും പീരിയോഡിക്കൽ സർവീസ്, നമ്മുടെ ഈ ഒരു എഞ്ചിൻ ഓയിൽ മാറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ഓയിൽ ഫിൽറ്ററും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മാറ്റി കൊടുക്കുക. പിന്നെ എന്ന് പറയുമ്പോൾ കൂളൻ്റ് ആണ്. നിങ്ങളുടെ വണ്ടി ഓവറായിട്ട് ഹീറ്റ് ആവുന്നതായിട്ടും എല്ലാം നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മളെ കൂളൻ്റ് ഓയിൽ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൂളൻ്റ് ഓയിൽ കുറവായതുകൊണ്ടായിരിക്കും നമ്മുടെ വണ്ടി ഓവറായിട്ട് ഹീറ്റ് ആവുന്നത്. അപ്പം ഇങ്ങനൊരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോഴത്തേനും ജസ്റ്റ് കൂളൻ്റ് ഓയിലും കൂടെ ഒന്ന് മാറ്റി കൊടുക്കുക. വൺസ് ഇൻ 2 years നമ്മൾ കൂളൻ്റ് ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് വണ്ടിയിൽ നിന്ന് എടുത്ത് റീപ്ലേസ് ചെയ്യണം എന്നാണ് മെയിൻലി പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേനും. ഇങ്ങനത്തെ ഡ്യൂക്ക് പോലത്തുള്ള ബൈക്കുകളെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കൂടുതൽ സെൻസേഴ്സിലാണ് നിങ്ങൾക്ക് ഇപ്പം റൺ ചെയ്യുന്നത്. അപ്പം സെൻസേഴ്സിൽ റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ECU എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ECU നമ്മുടെ ബാറ്ററീൻ്റെ പ്രശ്നം തൊട്ട് നമ്മുടെ ബൈക്കിൽ എന്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാണിംഗ് ഇൻഡിക്കേഷൻ കാണിക്കും. എനിക്കത് ഇപ്പം എൻ്റെ മീറ്റർ വർക്കിംഗ് അല്ല. മീറ്റർ ഇപ്പം എന്താ ഇവിടെ മീറ്ററിലൊരു ഹോൾ വീഴുന്ന മീറ്റർ അടിച്ചു പോയിരിക്കുകയാണ്. അപ്പം മീറ്റർ വർക്കിംഗ് അല്ല. അപ്പം വാണിംഗ് ലൈറ്റ് കത്തുമ്പോഴത്തേനും നിങ്ങൾ അപ്പോഴും തന്നെ ഒന്നിൽ സർവീസ് സെൻറ്ററിൽ കാണിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം വാണിംഗ് ഇൻഡിക്കേഷൻ ഇവിടെ കത്തും, അത് നിങ്ങൾ നോക്കണം. സെൻസറിൽ വർക്ക് ചെയ്യുന്ന ബൈക്കുകൾക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് വാണിംഗ് ഇൻഡിക്കേഷൻ അവിടെ നമ്മുടെ മീറ്റർ കൺസോളിൽ കാണിക്കും. പിന്നെ ഗൈസ്, ഈസിലി നമുക്ക് വീക്കിലി ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബൈക്കിനെ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാനും ഇങ്ങനെ പൊടിയൊക്കെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് കണ്ടില്ല, എൻ്റെ ബൈക്കിൽ കുറേ സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബൈക്ക് എപ്പോഴും ക്ലീൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മുടെ ബൈക്കിൽ വരാൻ ഇങ്ങനത്തെ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. വണ്ടി ഓൾറെഡി പണിയായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം കുറേ നാളായി യൂസ് ചെയ്തിട്ട് വല്ലപ്പോഴൊരിക്കൽ എടുത്ത് യൂസ് ചെയ്യാറ് തന്നെ ഉള്ളൂ. അപ്പം ഓൾറെഡി ഈ മാസം തന്നെ ഒരാഴ്ചക്കകത്ത് ഞാൻ ഈ ബൈക്ക്
നമ്മുടെ സർവീസ് സെൻറ്ററിൽ കയറ്റി ഫുള്ള് പണിയും ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ഗൈസ്. മീറ്റർ മാറ്റാനുണ്ട്, ടയർ മാറ്റാനുണ്ട്, അങ്ങനെ അതായത് എനിക്കിപ്പം തന്നെ ഒരു 15,000-20,000 രൂപ വരെ പണിയായിട്ട് ഇങ്ങനെ ടോട്ടലി വണ്ടിയിൽ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പണി വന്നു കഴിഞ്ഞാൽ വണ്ടി എടുക്കില്ല, എടുത്ത് ഓണാക്കും. ജസ്റ്റ് വണ്ടിയുടെ നമ്മളെന്താ പറയുക, എപ്പോഴും അങ്ങനെ ഒതുക്കി വെച്ചിരിക്കാൻ പാടില്ലല്ലോ എന്നുള്ള രീതിയിൽ വണ്ടി എടുത്ത് ഓട്ടിക്കും, കൊണ്ടുവയ്ക്കും. പിന്നെ ഫുള്ള് പണി ചെയ്തിട്ടേ ഞാൻ ഇറക്കി എൻ്റേതായിട്ടുള്ള യൂസിന് എടുക്കുകയുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും നമ്മൾ അടുത്തടുത്ത് വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. എന്തായാലും ബൈക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും എൻ്റെ ഈ ചാനലിൽ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടത് മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അടുത്തൊരു വീഡിയോയിലാണ് സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ബൂം.